അമേരിക്കൻ പ്രസിഡന്റായി ഇന്ന് ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപേ അമേരിക്കൻ സൈനിക സഖ്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യം. നാറ്റോയുടെ F-16 യുദ്ധവിമാനത്തിന്റെ പ്രധാന പരിശീലക പൈലറ്റിനെയാണ് ഉക്രൈനിൽ വെച്ച് റഷ്യ വകവരുത്തിയത്. മുൻപ് ഇവിടെ വെച്ച് തന്നെ F-16 വിമാനങ്ങളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളിൽപ്പെട്ട F-16 പറത്താൻ ഉക്രൈൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയിരുന്ന ഡാനിഷ്കാരനായ ജെബ് ഹാൻസനാണ് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഉക്രൈനിലെ ക്രിവോയ് റോഗ് നഗരത്തിലുള്ള പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിനിടെയാണ് ഹാൻസൻ മരിച്ചതെന്നാണ് ഈ റഷ്യൻ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഭവത്തോടെ ഉക്രൈന് ആയുധങ്ങൾ മാത്രമല്ല പരിശീലകരെയും വലിയ രീതിയിൽ നാറ്റോ രാജ്യങ്ങൾ നൽകുന്നുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇങ്ങനെ ഉക്രൈനെ സഹായിക്കാൻ എത്തിയ നാറ്റോ സഖ്യത്തിന്റെ അനവധി പരിശീലകർ ഉക്രൈനിൽ വെച്ച് കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. റഷ്യക്കെതിരായ യുദ്ധത്തിന് ഉക്രൈനിലേക്ക് നാറ്റോ സൈനികരെ അയക്കണമെന്ന ചില സഖ്യരാജ്യങ്ങളുടെ നിലപാടിനെ അമേരിക്ക എതിർക്കാൻ കാരണം തന്നെ വലിയ ആൾനാശം നേരിടേണ്ടി വരുമെന്ന ഈ തിരിച്ചറിവിലാണ്. അമേരിക്കയുടെ ഈ വാദത്തെ ശരിവെക്കുന്ന സംഭവമാണ് F-16 പരിശീലകന്റെ മരണത്തോടെ വീണ്ടും നടന്നിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജെബ് ഹാൻസൺ F-16 ജെറ്റുകൾ പറത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണെന്നും ഇതിനകം തന്നെ F-16 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നൂറുകണക്കിന് ഉക്രൈനികൾക്ക് പരിശീലനം നൽകിയെന്നുമാണ് ഹാൻസന്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയത്. സഖ്യകക്ഷിയായ ഡെൻമാർക്ക് എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നെതർലാൻഡ്സും ഡെൻമാർക്കും ഉക്രൈന് 20 F-16 വിമാനങ്ങൾ നൽകിയിരുന്നു. 2025 കൂടുതൽ നൽകുമെന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ നോർവേ, ബെൽജിയം, ഗ്രീസ് എന്നീ രാജ്യങ്ങളും ഉക്രൈന് നിരവധി യുദ്ധവിമാനങ്ങൾ അയക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തിടെ ഇത്തരത്തിൽ വലിയ രൂപത്തിൽ ആയുധങ്ങൾ കയറ്റി വന്ന ട്രെയിൻ റഷ്യൻ സൈന്യം മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ജോ ബൈഡൻ ആയാലും ഇനി വരുന്ന ഡൊണാൾഡ് ട്രംപ് ആയാലും ഉക്രൈൻ വിഷയത്തിൽ ഒരടി പിന്നോട്ട് പോകില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. അതിനെ അനുസരിച്ചുള്ള സൈനിക മുൻകരുതലും റഷ്യ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടെ അത്യാധുനിക ആണവായുധങ്ങൾ യൂറോപ്പിലുടനീളം വിന്യസിച്ച് റഷ്യയുടെ ഈ ഭീഷണി ചെറുക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. പരിഷ്കരിച്ച അത്യാധുനിക B-61-12 ബോംബുകൾ സ്ഥാപിക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് ബ്രിട്ടനിലാണെന്ന് പെന്റഗണിന്റെ പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ബ്രിട്ടനുമായുള്ള പങ്കാളിത്തം വളരെ ശക്തമാണെന്നും ആണവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒന്നിച്ച് കൈകോർക്കുകയാണെന്നും പറയുന്നു. അതേസമയം ആണവശേഷിയുള്ള ബോംബുകളുടെയും മിസൈലുകളുടെയും ആഗോള വിന്യാസം ശക്തമായ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റഷ്യയും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളെയും ചാരമാക്കാൻ ശേഷിയുള്ള നിരവധി ആണവ മിസൈലുകൾ നാറ്റോ രാജ്യങ്ങൾക്കെതിരായി ഇതിനകം തന്നെ റഷ്യയും വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മിക്കതും ലോകത്തെ ഒരു രാജ്യത്തിനും തടയാൻ ശേഷിയില്ലാത്തതുമാണ്. അവരുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറഷ്നിക് തടഞ്ഞു കാണിക്കാൻ അമേരിക്കയെ റഷ്യ നേരിട്ട് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ പുടിന്റെ ആ വെല്ലുവിളി അമേരിക്കൻ ഭരണകൂടം ഏറ്റെടുത്തിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെ റഷ്യ ഉക്രൈനിലെ ഒരു സൈനിക പ്ലാന്റിനെതിരെ ഒറഷ്നിക് മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഈ ഒറഷ്നിക് മിസൈലിൽ ആണവ പോർമുന ഉണ്ടായിരുന്നെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുമായിരുന്നു. മിസൈൽ പ്രയോഗിക്കും മുമ്പ് അമേരിക്കയ്ക്ക് റഷ്യ മുൻകൂർ വിവരം നൽകിയിട്ട് പോലും അത് തടയാൻ അമേരിക്കയുടെയും നാറ്റോയുടെയും ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധിച്ചിരുന്നില്ല. ഈ വർഷത്തോടെ ബെലാറസിൽ ഒറഷ്നിക് മിസൈൽ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ റഷ്യയും ബെലാറസും ഒപ്പുവച്ചിട്ടുണ്ട്. ഇതുപ്രകാരം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തടയാൻ കഴിയാത്ത പുതിയ മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ യൂറോപ്പിനെ നശിപ്പിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്.